നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് PPFും ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയും താരതമ്യം ചെയ്യാം. PPF എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണ്. സർക്കാർ പ്രദാനം ചെയ്യുന്നതാണ്. നികുതി ആനുകൂല്യങ്ങളും സ്ഥിരമായ വരുമാന നിരക്കും നൽകുന്നു. ഇതൊരു 15 വർഷം നീണ്ടു നിൽക്കുന്ന സുരക്ഷിത നിക്ഷേപ ഓപ്ഷനാണ്. അതിനുശേഷം വേണമെങ്കിൽ 5 വർഷം വീതം നമുക്ക് നീട്ടാവുന്നതുമാണ്. ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ എന്താണെന്നും നമുക്കറിയാം. ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡറുടെ മരണത്തിന് ശേഷം കുടുംബത്തിനൊരു സാമ്പത്തിക സംരക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ്, വോൾ ലൈഫ് ഇൻഷുറൻസ്, എൻഡോമെൻറ്റ് പ്ലാൻസ് തുടങ്ങി വിവിധ തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. PPFിൻ്റെയും ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളുടെയും വരുമാനവും അപകട സാധ്യതയും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. PPF സ്ഥിരമായ വരുമാന നിരക്ക് നൽകുന്നു. കുറഞ്ഞ അപകട സാധ്യതയാണ് അതിനുള്ളത്. അതേസമയം ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളിൽ, പ്രത്യേകിച്ച് യൂലിപ്പ് പോലുള്ള പ്ലാനുകളാണെങ്കിൽ അതിന് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതിനായതിനാൽ അതിൻ്റെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിനൊരു റിസ്ക് സാധ്യത കൂടുതലാണ്. LIC പോലെ ഗ്യാരണ്ടീഡ് ഇൻകം പറയുന്ന സ്കീമുകളിലാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും. PPFിൻ്റെയും ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളുടെയും ലിക്വിഡിറ്റി നമുക്ക് താരതമ്യം ചെയ്യാം. PPF 15 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. 7-ാം വർഷം മുതൽ വേണമെങ്കിൽ നമുക്ക് ഭാഗികമായിട്ട് പിൻവലിക്കാനായിട്ട് സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ലിക്വിഡിറ്റി എപ്പോൾ വേണമെങ്കിലും നമുക്കത് പിൻവലിക്കാം. 2 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം. അതിന് ആനുപാതികമായ വരുമാനമായിരിക്കും നമുക്കപ്പോൾ ലഭിക്കുന്നത് എന്ന് മാത്രം. പക്ഷേ ഏതൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലും, പ്രത്യേകിച്ചും LIC പോലെയുള്ള പോളിസികളിൽ 2 വർഷം അതിന് ശേഷം ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ അവിടെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ നമുക്ക് അവിടെ നിന്ന് ആ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പോളിസി പിൻവലിക്കാതെ തന്നെ. ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ പിൻവലിച്ചാലും അന്ന് വരെയുള്ള ആനുപാതികമായ പ്രോഫിറ്റ് സഹിതമാണ് നമുക്ക് ലഭിക്കുക. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് നൽകുന്ന സ്കീമിലാണെങ്കിൽ വലിയ വ്യത്യാസം, നഷ്ടമൊന്നും വരാതിരിക്കും. അതുപോലെ LIC പോലെയുള്ള പ്രീ അപ്രൂവ്ഡ് ലോൺ നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തരണം ചെയ്യാൻ ഇത്തരം എമൗണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ടാക്സ് ബെനിഫിറ്റ് കാര്യത്തിലാണെങ്കിലും PPF ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ടാക്സ് ബെനിഫിറ്റ് നൽകുന്നുണ്ട്. LIC പോലെയുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയത്തിന് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡെത്ത് ബെനിഫിറ്റ് വന്നാലും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. PPF സുരക്ഷിതവും സ്ഥിര വരുമാനവും നൽകുന്ന ഒരു നിക്ഷേപമാണ്. ഉറപ്പായ വരുമാനം അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസും അത്യാവശ്യമായ സാമ്പത്തിക സംരക്ഷണമൊക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ്. PPFിൻ്റെയും ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളുടെയും താരതമ്യത്തിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്നും കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ വ്യക്തിഗത സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അപകട സാധ്യത, വിരമിക്കൽ സാധ്യത എന്നിവ കണക്കിലെടുത്ത് നല്ല ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനും ഞങ്ങളുടെ ഉപദേശത്തിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ജയശ്രീ. ബൈ.